പഞ്ചാരക്കുലിയിലെ കടുവയെ പിടികൂടാൻ ഊർജിതമായ ശ്രമം ഇപ്പോൾ വയനാട്ടിൽ തുടരുകയാണ്. മാനന്തവാടി നഗരസഭയിലെ പഞ്ചാരക്കുലി, പിലാക്കാവ്, ജെസി, ചിറക്കര ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കടുവയെ പിടികൂടാൻ സ്ഥലത്ത് വലിയ കൂടും സ്ഥാപിച്ചു കഴിഞ്ഞു. കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തിന് ധനസഹായത്തിന്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ കൈമാറി കഴിഞ്ഞു. രാധയുടെ കുടുംബാംഗങ്ങളെ മന്ത്രി OR കേളു സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു. സുർജിത്ത്, ഇപ്പോഴും അവിടെ ഒരു സംഘർഷ അവസ്ഥയാണോ നിലനിൽക്കുന്നത്? ജനങ്ങൾ വളരെ രോഷത്തിലാണ്. കാരണം അവർക്കിടയിൽ നിന്ന് ഒരാളെ എത്രയോ തവണ ഇത് ആവർത്തിക്കുന്നു. പറയൂ. SK, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ പഞ്ചാരക്കൊല്ലിയാണ്. പഞ്ചാരക്കൊല്ലി ഞാൻ നിൽക്കുന്നതിൻ്റെ ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന പ്രദേശത്തിൻ്റെ ഈ വഴി, തേയിലത്തോട്ടത്തിന് സമീപത്തിലൂടെയുള്ള ഈ വഴി കടന്നു പോകുന്ന ആ പ്രദേശത്തേക്കാണ്. വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ ഈ നാട്ടിൽ തളം കെട്ടി നിൽക്കുന്നു. നിലവിൽ അത് പ്രതിഷേധമല്ല, അവരെ സംബന്ധിച്ച് വല്ലാത്തൊരു അമർഷം ഉള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷേ വനംവകുപ്പ് സക്രിയമായ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഡ്രോൺ പരിശോധന, തെർമൽ ഡ്രോൺ പരിശോധന അടക്കം നടക്കുന്നുണ്ട്. കൂടുതൽ RRT സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇത് നോർത്ത് വയനാട് ഡിവിഷന്റെ ഭാഗമായിട്ടുള്ള ആ പ്രദേശമാണ്. ആ പ്രദേശത്തിലാണ്, പഞ്ചാരക്കൊല്ലിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സൗത്ത് വയനാട്ടിൽ നിന്നും ഒപ്പം തന്നെ വയനാട് വൈൽഡ് ലൈഫിന്റെ ഭാഗമായ ഭാഗങ്ങളിൽ നിന്ന് പോലും കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തിരച്ചിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നുമുണ്ട്. അത്തരത്തിൽ നീക്കം നടക്കുന്നുണ്ട്. പ്രധാനമായും ഈ മേഖല എന്ന് പറയുന്നത് വനവുമായി ചേർന്ന് കിടക്കുന്ന, തോട്ടത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, വാഗേരിയിൽ പ്രജീഷ് കൊല്ലപ്പെട്ടിട്ട് 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിനിടയിലാണ് ഇത്തരത്തിൽ അതിദാരുണമായ സംഭവം വയനാട്ടിൽ വീണ്ടും ആവർത്തിക്കുന്ന നിലയുണ്ടായിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോർത്തേൺ CCF ആയിട്ടുള്ള CCFനാണ് ഇതുമായി ബന്ധപ്പെട്ട, KS ദീപക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ചുമതല നൽകിയിരിക്കുന്നത്. ആ ചുമതലയിലേക്ക് അവർ കടന്നിട്ടുണ്ട്, അവർ എത്തിയിട്ടുണ്ട്. DFO മാർട്ടിൻ ഡോവൽ അടക്കമുള്ള ആളുകൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് ഈ കടുവയെ പരമാവധി വേഗത്തിൽ തന്നെ പിടികൂടാനുള്ള ദൗത്യം എന്നുള്ള തരത്തിൽ തന്നെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യമാണ് ഈ മേഖലയിലുള്ള ആളുകളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഈ നാട്ടുകാർ, ഇവിടുത്തെ ചെറുപ്പക്കാർ ഇവിടെയുണ്ട്. ഇവർ രാവിലെയും പ്രതിഷേധത്തിന്റെ എല്ലാം തന്നെ ഭാഗമായി നിന്നിരുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് സ്വാഭാവികമായും അവർ നേരിട്ട് കണ്ട അനുഭവം കൂടിയാണ്. ഈ ശരിക്കും ഇദ്ദേഹം, ഈ രാധയുടെ ഭർത്താവ് ഇവിടേക്ക് അവരെ കൊണ്ടുവന്നാക്കി. അതിനുശേഷം യൂണിഫോം ഇടാൻ വേണ്ടി പോയതാണ്. തിരിച്ചു വരുമ്പോഴാണ് ഈ ഒരു ദാരുണമായ കാഴ്ച കണ്ടത്. സ്വന്തം ഭാര്യയാണ് മരിച്ചു കിടക്കുന്നത്. അതെ, തിരിച്ചു പോയ ശേഷം ഈ വാർത്ത അറിഞ്ഞ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിക്ക് വേണ്ടി ഓടി വന്നതാണ്. ഓടി വന്ന് അവർ കിടന്ന് സിറ്റുവേഷൻ ആ ഒരു പ്ലേസിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് മനസ്സിലാവുന്നത് സ്വന്തം ഭാര്യയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അപ്പോൾ തന്നെ ബോധരഹിതനായി വീഴുകയായിരുന്നു. ഇപ്പോഴും ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. നിലവിൽ ഇവിടെ ഇങ്ങനെ ഇത്തരത്തിലുള്ള കടുവയുടെയൊക്കെ ശല്യമുള്ള പ്രദേശമാണ്. ഇതിനു മുന്നേ വന്യമൃഗങ്ങളെ ഈ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ കംപ്ലൈന്റ് കൊടുക്കാൻ പോയതാണ്. അതായത് അറ്റ്ലീസ്റ്റ് ഒരു കുരങ്ങിന്റെ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അതിനും കംപ്ലൈന്റ് കൊടുക്കാൻ പോയി. DFO അതിന് ഉദാഹരണത്തിന് മത്തി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഉണക്കമീൻ ഇട്ട് കൊടുക്കുക, അങ്ങനെ പറഞ്ഞ് നമ്മളൊരു കോമാളിയാക്കുകയായിരുന്നു. അതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്. ഞങ്ങൾ 100% ഉറപ്പ് തന്നെ ഞങ്ങൾക്ക് കടുവയെ പിടികൂടാൻ പറ്റും, അതിനെ കൊല്ലാൻ പറ്റും എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. ആ ഒരു ശുഭ വാർത്ത കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മൾ. നമുക്കിനിയിപ്പോ ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഇനിയിപ്പോ സമാധാനത്തിൽ നമുക്ക് ആർക്കും ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ശുഭ വാർത്ത, കടുവയെ പിടികൂടി അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നു എന്നുള്ള ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും ആ ശുഭവാർത്ത സംഭവിക്കട്ടെ. വനംവകുപ്പും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും അവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അതിനെ എത്രയും വേഗം പിടികൂടുക എന്നുള്ളതാണ്. ഈ നരഭോജി പട്ടികയിലേക്ക് വന്ന ഒരു കടുവ ആ തരത്തിൽ തന്നെയാണ് കാണുന്നത്. ഒരാളെ ആക്രമിച്ചു കൊല്ലുന്ന ഒരു അനുഭവം, അത് വളരെ അസഹനീയമായ കാര്യം തന്നെയാണ്. ഒരു സ്ത്രീയെ ആക്രമിച്ചു കൊല്ലുന്നു. അവരുടെ ഭർത്താവ് ഇവിടെ താൽക്കാലിക വാച്ചറായി പ്രവർത്തിക്കുന്ന ആളാണ്. ഇനി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 5 ലക്ഷം രൂപ ധനസഹായം നൽകി. ഇനി ബാക്കി തുക നാളെ നൽകുമെന്ന് പറയുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെയാണ് നടക്കുന്നത്. അതിനുശേഷം മൃതദേഹം ഇവിടേക്ക് രാവിലെ തന്നെ എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഈ തെരച്ചിലടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. എന്തായാലും ഈ ദൗത്യം ഫലപ്രാപ്തിയിലെത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്ന കാര്യവും. നാളെ ഈ മാനന്തവാടി നഗരസഭയിൽ ഹർത്താലാണ്. ഹർത്താൽ SDPI ഒപ്പം തന്നെ UDFുമാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ നിരോധനാജ്ഞയും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതായത് ഈ പ്രദേശത്തെ 4 ഡിവിഷനുകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ വയനാട്ടിൽ ആവർത്തിക്കുന്നു എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ എന്ന് പറയുന്നത് അതിഭയാനകമായ അവസ്ഥയിലേക്ക് മാറുന്നു. കടുവയായും പുലിയായും കാട്ടുപോത്തായും പന്നിയായും കുരങ്ങായും എല്ലാം തന്നെ വന്യമൃഗങ്ങൾ തുടർച്ചയായി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥ അത് ആവർത്തിക്കപ്പെടുന്നു. അത് മനുഷ്യ ജീവന് പോലും ഹാനിയാകുന്ന വിധത്തിലേക്ക്
മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെ ഉൾപ്പെടെയുള്ള ആശങ്ക. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ദൗത്യം വളരെ സജീവമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഒരുപക്ഷെ ഇത് കൂട്ടിൽ വീഴണം എന്നുള്ള തരത്തിലുള്ള ആ ഒരു പ്രതീക്ഷയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കുവയ്ക്കുന്നത്. ഇവിടെ തന്നെ മന്ത്രി ഒ ആർ കേളു സ്ഥലത്തുണ്ട്. അദ്ദേഹം ഇവിടെ ഉച്ചയോടുകൂടി ആ സമയത്ത് തന്നെ എത്തി. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വേഗത്തിൽ തന്നെ നീക്കിയിട്ടുണ്ട്. ഈ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലും എന്നുള്ള തരത്തിൽ ആ ഒരു പ്രഖ്യാപനം കൂടി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവായി തന്നെ ഇറങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായും ആ നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നാട്ടുകാരും പങ്കുവയ്ക്കുന്നു. അപ്പുറത്ത് മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്കാണ് ഈ രാധയുടെ മൃതദേഹം മാറ്റിയിരിക്കുന്നത്. ആ മൃതദേഹം നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇവിടെ എത്തിച്ച് സംസ്കരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ വനംവകുപ്പ് എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ RRT സംഘം മാനന്തവാടിയിൽ നിന്നും ബത്തേരിയിൽ നിന്നും കൽപ്പറ്റയിൽ നിന്നുമൊക്കെ RRT സംഘം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുമുണ്ട്. അല്പസമയം മുമ്പ് സായുധധാരികളായിട്ടുള്ള വനംവകുപ്പ് സംഘം ഈ വനമേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടന്നിരുന്നു. കാരണം ഈ കടുവയെ വീണ്ടും കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഉച്ചയ്ക്ക് ശേഷം ആ പ്രദേശം കാണാൻ പോയ ആളുകളാണ്, അതിൽ 3 പേരാണ് ഈ പ്രദേശവാസികളുടെ ആളുകളാണ്. അവർ ഈ കടുവയെ വീണ്ടും കണ്ടു എന്നാണ് പറയുന്നത്. വീണ്ടും കണ്ട ശേഷം അവർ ഓടി പിടഞ്ഞെത്തുന്നത് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്കാണ്. അവരോട് ചോദിച്ചപ്പോൾ അവർ കണ്ടു കടുവ അവരെ കണ്ട വഴിക്ക് അത് എഴുന്നേറ്റ് നിന്ന് ശരീരം കുടഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ആ കാഴ്ച കണ്ടു. ഒട്ടിയ വയറാണ്, നീളമുണ്ട്, ഉയരമുണ്ട്, കാണുന്ന പോലെയല്ല. ഓടി വരുന്നത് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്കാണ് ആ 3 പേരും ഓടിയെത്തുന്നത്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് സ്വാഭാവികമായും വയനാട്ടിലെ മലയോര ജനതയെ സംബന്ധിച്ച് ആശങ്ക തന്നെയാണ്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ ദൗത്യം നടപ്പാക്കുന്നു. ആ ദൗത്യത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഈ CCF നോർത്തൺ CCF KS ദീപ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ DFO മാർട്ടിൻ ലോവലുണ്ട്. ആ തരത്തിൽ ദൗത്യം നടപ്പാക്കുന്നു. SK ഓക്കെ, നമുക്കൊപ്പം ചേർന്ന് സുർജിത്ത് അയ്യപ്പത്താണ് പഞ്ചാരക്കൊല്ലിയിൽ നിന്ന്. വളരെ സംഘർഷം നിലനിൽക്കുകയാണ്. ഈ പ്രദേശത്ത് നിരോധനാജ്ഞയും നിലനിൽക്കുന്നുണ്ട്.